ഇന്ന് അതിശക്തമായ ഒരു ക്ലാസ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുകയും ഇതിന്റെ ഒരു സത്യം തിരിച്ചറിയുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറും, യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട്, പരിപൂർണമായും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവാൻ നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഞാനിത് പറയാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾ വലിയ സൗഭാഗ്യത്തിലും വലിയ സമ്പന്നതയിലും വിചാരിക്കുന്നത് പോലുള്ള ധനവും ആരോഗ്യവും കുടുംബവും സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് ഈ സെഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതല്ല, നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, എനിക്ക് നന്നായി പണം വേണം, എനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം എനിക്ക് നേടിയെടുക്കണം. അതേപോലെ തന്നെ എനിക്ക് നല്ലൊരു ബന്ധം വേണം, സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസ് വേണം, എനിക്ക് നല്ല പ്രോപ്പർട്ടി വേണം, എൻ്റെ ജീവിതം അടിമുടി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ മുഴുവനായിട്ടും ഈ ക്ലാസ് വളരെ ഗൗരവപൂർവ്വം കേട്ടിരിക്കണം എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആമുഖമായിട്ട് എനിക്ക് പറയുവാനുള്ളത്. പ്രത്യേകിച്ച് 2025 നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പണത്തെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്ത് ഊർജമല്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഊർജമാണ്, പണവും ഊർജമാണ്. ഇത് എല്ലാ ട്രെയിനേഴ്സും രാമാനം ഒരുപാട് തവണ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ നമ്മിലോട്ട് ഒരു കാര്യം വരണമെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരു ചെറുപ്പക്കാരന് ഒരു വിവാഹാലോചന വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിവാഹാലോചന അയാളുടെ വൈബുമായി ഒത്ത ബന്ധത്തിലുള്ളതായിരിക്കും. ഒരിക്കലും ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഒരു റിച്ചായ ഒരാൾ വിവാഹ ആലോചനയുമായിട്ട് വരില്ല. അല്ലെങ്കിൽ ഈ സാധാരണക്കാരൻ റിച്ചായ ആളുടെ വീട്ടിലോട്ട് വിവാഹാലോചനയുമായിട്ട് അങ്ങോട്ട് പോവില്ല. എന്നാൽ ഈ സാധാരണക്കാരനായ ഈ വ്യക്തി ഒരു ജില്ലാ കളക്ടറോ ഉന്നതമായ ഉദ്യോഗസ്ഥനോ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തേടി ഒരുപക്ഷെ റിച്ചായ ഫാമിലിയിൽ നിന്നും വിവാഹാലോചന വരും. അതിനർത്ഥം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ വൈബ് ഉയരുമ്പോൾ നമ്മുടെ വൈബിന് ആനുപാതികമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നമ്മുടെ വൈബ്രേഷൻ ഉയരുമ്പോൾ നമ്മുടെ വൈബ്രേഷന് ആനുപാതികമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ പണം എന്നത് ഒരു പഞ്ചമില്ലാത്ത കടൽ തീരത്തുള്ള മണലിനെ പോലെ അസംഖ്യമുണ്ട് ഇവിടെ പണം. പക്ഷെ നമുക്ക് ആ പണം ലഭിക്കാത്തത് ആ പണത്തിന് ആനുപാതികമായി ലക്ഷങ്ങളുടെയോ കോടികളുടെയോ, അതല്ലെങ്കിൽ നമുക്ക് ഇന്ന് സാമ്പത്തികമായി വളരെ ഉന്നതമായ അവസ്ഥയിലോട്ട് ഇന്നത്തെ ബാധ്യതകളൊക്കെ തീർന്ന് വീണ്ടും നമ്മുടെ ബാങ്ക് ബാലൻസ് ഒരു ലക്ഷങ്ങളോ കോടികളോ ഉള്ള അവസ്ഥയിൽ ഉള്ള ഒരു വൈബ്രേഷനിലോട്ട് നമ്മൾ മാറിയിട്ടില്ല എന്നതുകൊണ്ടാണ്. അപ്പോ ഒരാൾക്ക് സാമ്പത്തികമായ ബാധ്യതയുണ്ടെങ്കിൽ അയാൾ സാമ്പത്തികമായ ബാധ്യതയുള്ള ഒരു വൈബിലാ ഉള്ളത്, ഒരു വൈബ്രേഷനിലാ ഉള്ളത്. ഒരാൾക്ക് ഒരുപാട് എന്നും ഇഷ്യൂസ് ആണെങ്കിൽ അയാൾക്ക് ആ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ഒരു വൈബിലാണ് ആ മനുഷ്യൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അർത്ഥം. അപ്പോ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ വൈബ്രേഷൻ നമ്മൾ ആകർഷിക്കേണ്ട പണത്തിന്റെ വൈബ്രേഷനുമായിട്ട് ഒത്തുപോവുകയാണെങ്കിൽ, അവിടേക്ക് നമ്മുടെ വൈബ്രേഷൻ എത്തിയാൽ ആ പണം നമ്മിലോട്ട് വരും എന്നതിന് യാതൊരു സംശയവുമില്ല. നേരത്തെ ഞാൻ ആ വിവാഹാലോചനയുടെ കാര്യം പറഞ്ഞതുപോലെ പല ആളുകളും ചെറിയ പ്രായത്തിൽ ഒരു കൊച്ചു കൂരയിൽ, പുല്ലോ അല്ലെങ്കിൽ ഓടോ മേഞ്ഞ കൂരയിൽ ജീവിച്ചിരുന്ന ഒത്തിരി ആളുകൾ അവർ വിദേശ രാജ്യങ്ങളിൽ പോവുകയും മാറിയ ടെക്നോളജികളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ, അവരുടെ വൈബ് മാറിയപ്പോൾ, അവരുടെ അറിവ് മാറിയപ്പോൾ, അവരുടെ അകത്തളം മാറിയപ്പോൾ അവർ വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ കൊട്ടാര സമാനമായ വീടുകളും ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ്. യെസ് ഓർ നോ മൈ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് ടൈപ്പ്. നിങ്ങൾ ഞാനും തമ്മിൽ ഒരു പാലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് നിങ്ങളോട് ചില വർക്കുകൾ ചെയ്യാൻ വേണ്ടി പറയുന്നത്.
ഒരുപാട് ആളുകൾ അവര് ആ കാലഘട്ടത്തിൽ അവര് മാത്രമല്ല, ലോകം മുഴുവനും ആ ഒരു താഴ്ന്ന വൈബിലായിരുന്നു. ശരിക്കും മനസ്സിലാക്കണം. എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒത്തിരി പുല്ലുമേഞ്ഞ വീടുകള് നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാമായിരുന്നു. ഒരു പുരോഗതിയുമില്ലാത്ത, ഒരു പരിഷ്കൃതിയുമില്ലാത്ത, ശരിക്ക് ഒരു ഒരു റൂട്ടിലോട്ട് ഒരു ബസ് പോലും ഇല്ലാത്ത, ഒരു ബസ് പോയാൽ അടുത്ത ബസ്സിന് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട, ജീപ്പിലും മറ്റുമൊക്കെ ആളുകളെ കാറ്റി തിക്കി നിറച്ചു കൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ലോകത്തിന്റെ, നമ്മുടെ നാട്ടിന്റെ മൊത്തം വൈബ് അതാണ്. പക്ഷെ ഇപ്പൊ വൈബ് മാറി എന്റെ പ്രിയപ്പെട്ടവര്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് എല്ലാ വൈബും മാറി. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഇത് ഹോസ്പിറ്റലാണോ പഞ്ചനക്ഷത്ര ഹോട്ടലാണോ എന്ന് പോലും തിരിച്ചറിയുവാൻ സാധിക്കാത്ത രൂപത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. നമ്മുടെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സുഖകരമായി AC ഇട്ടുകൊണ്ട് തിരുവനന്തപുരത്തോട്ടോ കാസർഗോട്ടോ ഒക്കെ നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന, അതായത് അതിനർത്ഥം ഈ കാലഘട്ടത്തിൽ വൈബ്രേഷൻ തന്നെ മാറി. വൈബ്രേഷൻ തന്നെ മാറി. നേരത്തെ ഉള്ളതുപോലെയല്ല. നേരത്തേക്ക് 10, 20, 30 വർഷം അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട ആ ധനം മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ, ഏതാനും കുറഞ്ഞ മാസങ്ങൾ കൊണ്ടോ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ടോ ഉണ്ടാവുന്ന രൂപത്തിലോട്ട് മാറി. അതിന് കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ തന്നെ വൈബ്രേഷൻ മാറി മറിഞ്ഞിരിക്കുന്നു. അപ്പോ ഈ മാറിയ വൈബ്രേഷൻ തിരിച്ചറിയാതെ പഴയ കാളവണ്ടി യുഗത്തിൽ അതേ വൈബ്രേഷനുമായിട്ട് പിതാവിന്റെ കടബാധ്യത പോലെ തന്നെ തനിക്കും, അതല്ലെങ്കിൽ ഏതൊക്കെ രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണോ ഉള്ളത്, സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, കുടുംബപരമായ ഇഷ്യൂ, ഭാര്യയുമായിട്ട് ഭർത്താവുമായിട്ട് ഒത്തുപോകാത്ത ഇഷ്യൂ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കലഹം, ലഹള, ഇതെല്ലാം ഒരു പ്രത്യേക വൈബ്രേഷനിൽ ആ വ്യക്തി കുരുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ട്രഷറിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ വർഷങ്ങളായി, 5, 10, 20 വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും പുഷ്പം പോലെ ഊരിപ്പോരാൻ കാരണം അവിടെ വൈബ്രേഷൻ മാറുന്നത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഒരൊറ്റ കാര്യം നിങ്ങൾ പറയുന്നുള്ളൂ, നമുക്ക് നമ്മുടെ വൈബ്രേഷൻ ഒന്ന് മാറ്റാനുള്ള ചില ടെക്നിക്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആർ യു റെഡി ടു ഫോളോ? യെസ് ഓർ നോ? പ്ലീസ് ടാഗ്. നമ്മുടെ വൈബ്രേഷൻ ഒന്ന് മാറ്റാൻ, നമ്മുടെ പണത്തിന്റെ വൈബ്രേഷൻ ഒന്ന് മാറ്റാൻ, നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂള് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിക്കുക എന്നതാണ്. നമ്മുടെ വൈബ്രേഷൻ ഉയരണമെങ്കിൽ, ഇപ്പൊ നോക്കൂ നിങ്ങൾ, എത്രയോ ദിവസങ്ങളായി തുടർച്ചയായി രാവിലെ ഹാപ്പി പാർക്കിന്റെ ഈ റിച്ച് വൈബ് ക്ലബിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നിരന്തരമായിട്ട് മണി മൈൻഡ് സെറ്റ് കോഴ്സിൽ പങ്കെടുത്ത ആളുകൾ, അതുപോലെ ട്രഷറിൽ പങ്കെടുക്കുന്ന ആളുകൾ, അവർക്കൊക്കെ വിസിബിളായ മാറ്റങ്ങൾ സംഭവിച്ചത് നമ്മൾ കാണുന്നു. അതിന് കാരണം അവർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഉപബോധ മനസ്സിനെ സ്വാധീനം ചെലുത്തി എന്നത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഉപബോധ മനസ്സ്, ഈ ഉപബോധ മനസ്സാണ് 24 hours 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ഉപബോധ മനസ്സാണ്. എല്ലാവർക്കും അറിയാം. ജോസഫ് മറവിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ലോകത്തെ തന്നെ മാറ്റിമറിച്ച പുസ്തകമൊക്കെ വായിച്ച ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ ഈ ഉപബോധ മനസ്സ് ഇത് രാവും പകലും ഉണർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇതാണ് ഈ പ്രപഞ്ചബോധവുമായി കണക്ഷനിലായിട്ടുള്ള, അതായത് എപ്പോഴും ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ യൂണിവേഴ്സൽ മൈൻഡുമായിട്ടാണ്, പ്രപഞ്ചബോധവുമായിട്ടാണ്, അല്ലെങ്കിൽ ദൈവവുമായിട്ടാണ്. ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് അതിനെ പേര് മാറ്റി പറയാം. ഓരോരുത്തരും അവരുടെ വിശ്വാസം അനുസരിച്ച് പറയുമ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അതിനെതിരായി പറയുമ്പോൾ അവർക്ക് അച്ഛനെ വാപ്പ എന്ന് വിളിക്കുന്നത് പോലെ, വാപ്പയെ അച്ഛ എന്ന് വിളിക്കുന്നത് പോലെ രണ്ടും ഒന്നാണെങ്കിലും അത് ഓരോരുത്തർക്കും കേട്ടത് തന്നെ കേൾക്കണം, അപ്പോഴേ അവർക്ക് സംതൃപ്തിയാവുള്ളൂ, രണ്ടും ഒന്നാണെങ്കിലും എന്നതുപോലെ ഈ പ്രപഞ്ചബോധവുമായി നിരന്തരമായ ഒരു കണക്ഷനിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉപബോധ മനസ്സ്. അപ്പൊ ഉപബോധ മനസ്സിൽ എങ്ങനെയാണ് ഒരു കാര്യം വരുന്നത്? നമ്മൾ എല്ലാ ദിവസവും ഒരു വിഷയത്തെക്കുറിച്ച് എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ ഗൗരവമായി മനസ്സിലാക്കണം.
ഒരു വിഷയത്തെക്കുറിച്ച് നിരന്തരമായി നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പതുക്കെ ഉപബോധ മനസ്സിലോട്ട് എത്തുകയും ഉപബോധ മനസ്സ് മുഖേന അത് പ്രപഞ്ചബോധത്തിലോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഉപബോധ മനസ്സിൽ എത്തുന്നത് എന്താണോ അതാണ് നമ്മുടെ വൈബ്രേഷൻ. ഐ റിപ്പീറ്റ്, ഉപബോധ മനസ്സിൽ എന്താണോ എത്തുന്നത്, നമ്മൾ ചിന്തിച്ചു കൂട്ടിയതെല്ലാം ഉപബോധ മനസ്സിൽ എത്തിക്കൊള്ളുന്നില്ല. പക്ഷെ നിരന്തരമായി ചിന്തിക്കുന്ന, നിരന്തരമായി ഫീലിംഗ്. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ ഈ ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ അവരോട് പറയും, നിങ്ങളൊന്ന് ഹാപ്പിയായി ഒന്ന് പുറത്തു പോകൂ, ഈ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറൂ എന്നൊക്കെ പറഞ്ഞാൽ അവര്, എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല, എന്റെ അവസ്ഥ എങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. എന്തുവാ ഇവരോടൊക്കെ പറയുക പ്രിയപ്പെട്ടു? ലോകം ജയിച്ചടക്കിയ മുഴുവൻ ആൾക്കാരെയും ഒന്ന് പരിശോധിച്ച് നോക്കൂ. അവരെല്ലാവരും പൂമെത്തെ വിരിച്ച് ആൾക്കാർ അവർ പറയുന്നതൊക്കെ കേട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ രാജാവാക്കിയാണോ ലോകത്ത് വായിച്ചത്? ഒരിക്കലുമല്ല. അങ്ങനെയുള്ള നമ്മൾ ആരാധ്യ പുരുഷന്മാരായി കാണുന്ന ഈ മഹാത്മാക്കളുടെ ജീവിതമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അവരൊക്കെ അനുഭവിച്ചതിന്റെ 10 1 100 1 പോലും നമ്മൾ ആരും അനുഭവിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചിന്തയിൽ നിന്നും റിപ്പീറ്റായി ആവർത്തിച്ച് പോകുന്നതാണ് ഉപബോധ മനസ്സിലെത്തുന്നത്. ഉപബോധ മനസ്സിൽ എത്തുന്നത് എന്താണോ അതാണ് നമ്മുടെ വൈബ്. ഉദാഹരണമായിട്ട് ഒരാളുടെ ഉപബോധ മനസ്സിലെത്തുന്നത് എന്താണോ, പണവുമായി ബന്ധപ്പെട്ട് അയാൾക്ക് എപ്പോഴും പണത്തെക്കുറിച്ചുള്ള അയാളുടെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാട് എന്താ ചോദിക്കുകയാണെങ്കിൽ, പണം വളരെ ചുരുങ്ങിയതാണ്, കുറച്ചേ കിട്ടും, കഷ്ടപ്പെട്ടേ കിട്ടും. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പണം ചെലവഴിക്കുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഫീലിംഗ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ദൈവമേ ഇതൊക്കെ തീർന്നു പോവോ. ഇപ്പോ മണി മൈൻഡ് സെറ്റിംഗ് കോഴ്സ്, ഈ ഒരു കോഴ്സിന് വേണ്ടി ഒരാൾ ഒരു പേയ്മെന്റ് ചെയ്യും. ഉദാഹരണം പറയാണ്, ഞാൻ ഒറ്റ കാര്യം എൻ്റെ ഇടയ്ക്ക് ചോദിക്കട്ടെ, മണി മൈൻഡ് സെറ്റ് കോഴ്സിന് പേയ്മെന്റ് ചെയ്ത അത് പങ്കെടുത്ത ഏതെങ്കിലും ആളുകൾക്ക് ആ പണം നഷ്ടപ്പെട്ടു എന്നാണ് തോന്നിയത്? ആ പണത്തെക്കാളും എത്രയോ മൂല്യം എനിക്ക് കിട്ടി. പണം, ഞാൻ എപ്പോഴും വ്യക്തിപരമായിട്ട് എന്നെ കുറിച്ച്, ഞാൻ പണവുമായി ബന്ധപ്പെട്ട് എപ്പോഴും മൂല്യത്തെയാണ്, എനിക്ക് കിട്ടുന്ന മൂല്യത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുക. ലക്ഷക്കണക്കിന് രൂപയുടെ കോഴ്സ് ചെയ്താലും എനിക്ക് കിട്ടിയ മൂല്യത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുക. ഞാൻ ചോദിക്കട്ടെ എന്നെ പ്രിയപ്പെട്ടവരെ, പണത്തെക്കുറിച്ചുള്ള ആ ഒരു കോഴ്സ് നിങ്ങൾ പങ്കെടുത്തപ്പോ നിങ്ങൾക്ക് കിട്ടിയത് മൂല്യമാണോ അതല്ല നഷ്ടമാണോ? ഒന്ന് ജസ്റ്റ് ഒന്നോ രണ്ടോ ആൾക്ക് വേണമെന്ന് സംസാരിക്കാം. കാരണം ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. ആൾക്കാരുടെ പ്രത്യേകത എന്താ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ചെലവഴിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് തീർന്നു പോകും. അപ്പൊ ഈ പണത്തെ കുറിച്ച് പുള്ളിക്കാരൻ നിരന്തരമായി പേടിയാണ്. പണം ചെലവഴിക്കുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയമാണ്. ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അയാൾ നിരന്തരമായിട്ട് തീർന്നു പോകുന്നൊരു സാധനം, കിട്ടാത്തൊരു സാധനം. എൻ്റെ ദൈവമേ, അതുകൊണ്ട് ഇപ്പൊ വേണ്ട. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഉപബോധ മനസ്സിലോട്ട് പോകുന്നത് പണം വളരെ ലിമിറ്റഡ് ആണ്, വളരെ കുറവാണ്, വളരെ പരിമിതമാണ്. അപ്പൊ അയാൾക്ക് ആരുടെ വൈബായിരിക്കും ഉണ്ടാവുക? ഒരു ദാരിദ്ര്യം പിടിച്ചവന്റെ വൈബായിരിക്കും ഉണ്ടാവുക. അപ്പൊ ദാരിദ്ര്യം പിടിച്ചവന്റെ വൈബാണ് ഇയാൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ അപ്പൊ ഇയാളുടെ അനുഭവം എന്തായിരിക്കും? ഇയാൾക്ക് പൈസ വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾക്ക് ഒരു 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 നിലക്കും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ ഒരു അർദ്ധ പട്ടിണിയായി ജീവിച്ച് മരിച്ചു പോകും. സത്യം ഇയാൾ അറിയുന്നില്ല, തൻ്റെ ഉള്ളിലാണ് ഇതിന്റെ പ്രശ്നമെന്ന് ഒരിക്കൽ പോലും ഇയാൾ അറിയുന്നില്ല. മനസ്സിലായില്ലേ? അതിന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നോ രണ്ടോ ഒക്കെ സംസാരിക്കാം. നിങ്ങൾ ആ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തപ്പോ നിങ്ങൾക്ക് പണം ഒന്ന് സംസാരിച്ചോളൂ, മൈക്ക് സംസാരിച്ചോളൂ. പണം പോയതാണോ മൂല്യം കിട്ടിയതാണോ? മൂല്യത്തിന് കൂടെ പണം കിട്ടിക്കാണും. ഒന്ന് സംസാരിച്ചേ.
മൂല്യമാണ് ഏറ്റവും വലുത്, ഏറ്റവും വലുത് മൂല്യമാണ്. മൂല്യത്തെയാണ് ആദ്യമൊക്കെ പണം ചെലവാക്കി നമുക്ക് പേടിയുണ്ടാവും സാറേ. ഈ ട്രഷറിൽ പങ്കെടുത്തതിന് ശേഷം പണം ചെലവഴിക്കുന്നതിന് നമുക്ക് യാതൊരു പേടിയില്ല. കാരണം അത് വീണ്ടും വരും എന്നുള്ള അങ്ങേയറ്റം പ്രതീക്ഷയോട് കൂടിയാണ് നമുക്കത് ചെലവാക്കാൻ തോന്നുന്നത്. ജീവിതത്തിൽ ഒത്തിരി സന്തോഷമുണ്ടായി, ഒത്തിരി പണം വരാനുള്ള മാർഗങ്ങളും തെളിഞ്ഞു വന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം. നിങ്ങൾക്ക് വേണേൽ ടൈപ്പ് ചെയ്യാം, നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുകയാണെങ്കിൽ താഴെ ടൈപ്പ് ചെയ്യാം. അതായത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണക്കാരൻ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ആ സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് എനിക്ക് നഷ്ടമാണോ, എന്റേത് പോകുമോ? ഇതാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത്. അപ്പൊ അയാൾ നിരന്തരമായിട്ട് അയാളുടെ ചിന്ത അങ്ങനെ വരികയും അയാളുടെ വൈബ് അങ്ങനെ ആവുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ഇപ്പൊ ട്രഷർ ആവട്ടെ എന്താവട്ടെ, അപ്പൊ നിങ്ങൾ സന്തോഷത്തോടെ ഒരു കല്യാണത്തിന് ഒരു പുതുമണവാട്ടി എങ്ങനെയാണ് ഇറങ്ങുന്നത്, ഒരു 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 ഉന്നതമായ വിജയത്തിന്റെ വാർത്ത കേൾക്കുവാൻ വേണ്ടി എങ്ങനെയാണോ നമ്മൾ TV ഓണാക്കുന്നത്, ആ ഒരു ഉല്ലാസത്തോടു കൂടി പണത്തെ നിങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് സൃഷ്ടിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള മനസ്സ് സൃഷ്ടിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് കാണാം പണം നിങ്ങളിലേക്ക് 4 വിധേനയും ഒഴുകി 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 വരുന്നത് കാണാൻ പറ്റും. പണം ഒരു എന്താ പറയാ, ഒരു ഫ്ലോ ആയിട്ട്, ഒരു ഫ്ലഡ് ആയിട്ട് നമ്മിലോട്ട് ഒഴുകി 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 വരും. കാരണം പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും മൂല്യമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. സ്നേഹം അഭിനയിച്ചാൽ പോരാ. ചില ആൾക്കാർ ഞാൻ പണത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് വെറുതെ പണത്തിന് കിസ് ചെയ്യുന്നു, ഉമ്മ കൊടുക്കുന്നു, ഉള്ളിലാവട്ടെ വളരെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അത് മനസ്സിനെ പരിശീലിപ്പിക്കണം. മനസ്സിലായില്ലേ? അപ്പോ 2 കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരാൾക്ക് ഈ രൂപത്തിൽ വരാനുള്ള 2 കാര്യം. ഒന്ന്, പണത്തെക്കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, ധനത്തെക്കുറിച്ച് അവരുടെ ഉള്ളിൽ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു ബ്ലൂ പ്രിന്റ്. ആ ബ്ലൂ പ്രിന്റ് 1. 2, ആ ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനത്തിൽ അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ചിന്തകൾ, ഇതാണ് അയാളുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരാൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ, ബിൽഡിംഗ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, നാളെ തന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുമോ? ഇല്ല, ഒരിക്കലും ഉണ്ടാക്കില്ല. അയാൾ ആ ബിൽഡിംഗ് എങ്ങനെ ഉണ്ടാക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ബ്ലൂ പ്രിന്റ് അയാൾ ഉണ്ടാക്കും. ആ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. പിന്നീട് ആ ബ്ലൂ പ്രിന്റ് അടിസ്ഥാനത്തിൽ ഇതിനെ ഉണ്ടാക്കുവാൻ ആവശ്യമായ ജോലിക്കാരെയാണ് അയാൾ വിളിക്കുക, ആർക്കിടെക്ചേഴ്സിനെയാണ് അദ്ദേഹം വിളിക്കുക. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയലാണ് അദ്ദേഹം ഓർഡർ ചെയ്യുക. ഇത് തന്നെയാണ് നമുക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പണത്തെക്കുറിച്ചൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ആ ബ്ലൂ പ്രിന്റ് അടിസ്ഥാനത്തിലല്ലാതെ ഒരടി മാറി ചിന്തിക്കുവാൻ നമുക്ക് കഴിയില്ല. ഒരടി മുമ്പോട്ടോ പിമ്പോട്ടോ പോവാൻ നമുക്ക് കഴിയില്ല, യാതൊരു സംശയമില്ല. നമ്മളൊരു വീടിന് ഇന്റീരിയർ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഓരോ റൂമിന്റെയും വാളിൽ, ചുമരിൽ ആ ഇന്റീരിയറിന്റെ പ്ലാന്, ബ്ലൂ പ്രിന്റ് നമ്മൾ ഒട്ടിച്ചു വെക്കും. എന്നിട്ട് അതിന് ജോലിക്കാർ ഓരോ നിമിഷവും അതിന് നോക്കിയിട്ടാണ് പണിയെടുക്കുക. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്ലൂ പ്രിന്റ് നമ്മുടെ വൈബാണ്, നമ്മുടെ വൈബ്രേഷൻ ആണ്. ദാരിദ്ര്യം പിടിച്ചവന്റെ ബ്ലൂ പ്രിന്റാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് എങ്കിൽ നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ പോയി നേർച്ചയും കാഴ്ചയും ഒക്കെ വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല. അത് ഏതുപോലെയായിരിക്കും? വിസയും പാസ്പോർട്ടും എടുക്കാതെ എന്നെ ഒന്ന് ദുബായിലോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ എന്താ പറയാ, എയർപോർട്ടിലോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെടുത്തോ പറയുന്നത് പോലെയാണ്. അവർക്കതിന് കഴിയും, നിങ്ങൾ വിമാനം കയറ്റിവിടാൻ അവർക്ക് കഴിയും. പക്ഷെ നിങ്ങളെ കയ്യിൽ അതിനുള്ള പ്രമാണം വേണം, അതിനുള്ള വൈബ് വേണം. ആ വൈബ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടും വേണം, വിസയും വേണം, ടിക്കറ്റും വേണം. അപ്പൊ നിങ്ങൾ അതിന്റെ വൈബിലെത്തി, അപ്പൊ നിങ്ങൾക്ക് കടത്തി പോവാം. മനസ്സിലായോ? ഇതറിയാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പാസ്പോർട്ട് വേണം, വിസ വേണം, ടിക്കറ്റ് വേണം. ഇതറിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എല്ലാ കാലത്തും ഈ എയർപോർട്ടിൽ പോയിട്ട്
സെക്യൂരിറ്റി ഗാർഡിനോട് ഞങ്ങളെ കടത്തിവിടൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഏതെങ്കിലും കാലത്ത് അവർ കടത്തിവിടുവോ? അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വൈബ് ഉയരുകയുള്ളൂ. ഉപബോധ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ല എങ്കിൽ, ഉപബോധ മനസ്സിനെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെ സ്വാധീനിക്കുന്നു? നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പണമില്ല, നാളെ അവന് കൊടുക്കാനുണ്ട്, ഇവന് കൊടുക്കാനുണ്ട്, എൻ്റെ ദൈവമേ വല്ലാത്തൊരവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ നിരന്തരമായി നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ട് ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇതെല്ലാം ഉപബോധ മനസ്സിലോട്ട് വരികയും പതുക്കെ പതുക്കെ അത് പ്രപഞ്ചബോധത്തിലോട്ട് പോവുകയും അങ്ങനെയുള്ളൊരു, അതായത് നമ്മുടെ വൈബ് എന്താണോ ആ വൈബാണ് യൂണിവേഴ്സിലോട്ട് പോവുക. ആ വൈബ് അനുസരിച്ചുള്ള അനുഭവങ്ങൾ നമുക്ക് വരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. നിങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞത്, നിങ്ങൾക്കിത് ഈ ക്ലാസ് ആവർത്തിച്ച് കേൾക്കുക, അതിശക്തമായ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇതൊക്കെ കേട്ടിട്ടും സാർ എനിക്ക് പഴയതുപോലെ തന്നെ ആയാൽ മതി എന്നാണ് നിങ്ങൾ ഭാവിക്കുന്നതെങ്കിൽ വിജയത്തിലോട്ട് പോകുവാനുള്ള ബ്ലൂ പ്രിന്റ് നമുക്ക് ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ആ ബ്ലൂ പ്രിന്റിലൊക്കെ ഒരുപാട് വരകളും കുറികളും വീണിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന ഈ ഒരൊറ്റ സത്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പണം എന്ന് പറയുന്നത് ഒരു ഊർജമാണ്. പണം ഒരു ഊർജമാണ്. ആ ഊർജത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മിലോട്ട് പണം വരികയുള്ളൂ. ഒരു വിവാഹത്തിന് ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു പയ്യനെ ഒരു ധനാഢ്യൻ ഉന്നതനായ ഒരാള് വിവാഹം അന്വേഷിക്കണമെങ്കിൽ ആ പയ്യന് അതിൻ്റെതായ വൈബിലെത്തണം. ഒരു കലക്ടറോ ഒരു ഉന്നത ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പഠിച്ച ഒരു ഡോക്ടറോ ഒക്കെ ആവുമ്പോൾ ആ പയ്യനെ തേടി അപ്പ അവന്റെ വൈബ് ഉയർന്നു. ഇത് പണത്തിന്റെ കാര്യത്തിലും ഒരുപോലെയാണ്. പണക്കാരനാവണമെങ്കിൽ നമ്മുടെ ചിന്തയിൽ ഇടപെടുവാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ചാണ് ഉപബോധത്തിലോട്ട് പോവുക. അതാണ് നമ്മുടെ വൈബായിട്ട് വരിക. ആ ഒരു പണം മാത്രമേ നമുക്ക് പുറത്തു വരാൻ സാധ്യതയുള്ളൂ, ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ട്. നാളെ ഹാപ്പി പാർക്കിന്റെ ഈ വർഷത്തെ 2025 ഒരു ഗിഫ്റ്റ്, പകരം വെക്കാനില്ലാത്ത അമൂല്യമായ ഒരു ഗിഫ്റ്റ്, പണത്തിന്റെ ബ്ലൂ പ്രിന്റിൽ ഇടപെടുവാനുള്ള ഒരു ഗിഫ്റ്റ്. ഈ ഒരു പ്രോഗ്രാം നാളെ 7-ാം തീയതി രാവിലെ 7 മണിക്ക് തുടങ്ങുന്നുണ്ട്. എത്ര ആളുകൾക്ക് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ട്? ഇപ്പോൾ തന്നെ അതിൽ തീരുമാനമെടുക്കുക. ഇതിൽ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് വേറെ ഒരു ആവശ്യം കൂടി പറയുന്നതല്ല. നിങ്ങളൊക്കെ രക്ഷപ്പെടട്ടെ, നിങ്ങൾക്കൊക്കെ സമൃദ്ധി ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഈ ഒരു രഹസ്യം എത്തട്ടെ എന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ നാളത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ടൈപ്പ് ചെയ്യുക, ഈ നിമിഷം തന്നെ അത് ബുക്ക് ചെയ്യുക എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളൂ. സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Can you understand what I say, my dear friends? Yes or no? Yes, sir. Yes, sir. Yes, sir. Yes, sir. Yes, sir. Thank you. ഒരുപാട് സന്തോഷമുണ്ട് സാറേ. Thank you so much. അടുത്ത മാസം Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you so much. Thank you. Thank you, sir. Thank you. Thank you. മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. നാളത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് Thank you, sir. Thank you. ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് my dear friends. സാറ് പറഞ്ഞത് കേട്ടില്ല കേട്ടോ. എന്താന്നുള്ള പറഞ്ഞല്ലേ, വ്യക്തതയായില്ല. അതായത് നാളത്തെ പ്രോഗ്രാം, നാളെ നമുക്ക് മണി മൈൻഡ് സെറ്റ് എന്ന പ്രോഗ്രാം ഉണ്ട് നാളെ. അപ്പൊ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി താല്പര്യമുള്ള ആളുകൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. തീരുമാനം ഇപ്പൊ തന്നെ എടുക്കണം. നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഇതാ നമ്മളെല്ലാം തീരുമാനിക്കുക. നാളെ ആയാലോ തീരുമാനം, കുറച്ച് കഴിഞ്ഞിട്ടായാലോ, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് ഇതൊന്നും ഇടപെടാൻ പറ്റാത്തത്. മനസ്സിലായില്ലേ? എല്ലാവരും നമ്മൾ തയ്യാറാണ് സാറേ. നാളെ 7 മണി. ഹലോ സാർ, ഒരു സംശയം ചോദിക്കാണ്. ആ ചോദിച്ചോളൂ. സാർ, ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുക്കുകയാണ്, മെയിൻ്റനൻസ് അങ്ങനത്തെ ഒക്കെ വർക്ക്.
അപ്പൊ ഈ കോഴ്സിന്റെ കണ്ടന്റ് എനിക്ക് സൂട്ടബിൾ ആണോ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ഈ കോഴ്സിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ല എങ്കിൽ നിങ്ങളെ ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരാം. അത്രയും ഉറപ്പാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കും സർ. ആണല്ലേ? നോ ഡൗട്ട്. ഓക്കെ ഓക്കെ സാർ. ശരി, അതുകൊണ്ട് ഉടൻ തന്നെ ജോയിൻ ചെയ്തോളൂ. ഇനി ഞാൻ നിങ്ങളെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നതല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇത് ഒരു കളിയാണ്. നമുക്ക് പണമൊക്കെ ഉണ്ടായി നല്ല സമൃദ്ധമായി ജീവിക്കാനുള്ള എല്ലാവിധ വഴികളും നമുക്ക് അതൊക്കെ മുമ്പിലുണ്ടായിട്ടും ഈ എന്താ പറയാ, ഒരു കഥ പറയാറുണ്ട്, ഒരു കപ്പലിൽ യാത്ര ചെയ്ത അപ്പനും മകനും. ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, മക്കളുണ്ട്, ഇയാളെ കൂടെ ഭാര്യയുണ്ട്. എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരുമെന്ന് പറഞ്ഞപ്പോ പണമില്ല. അവസാനം മക്കളുടെ നിർബന്ധത്തിന് കപ്പൽ ഇറങ്ങാൻ നേരത്ത് ഈ ഫുഡിന് എന്താണ് പണം, എത്രയാണ് പൈസ എന്ന് ചോദിച്ചപ്പോ അപ്പൊ ഇറങ്ങാൻ പോവാ. അപ്പൊ പറയാ, നിങ്ങൾ ടിക്കറ്റിന്റെ കൂടെ ഇതെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് ഇതെല്ലാം ഫ്രീ ആയിരുന്നു, എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു എന്ന വിവരം അപ്പോഴാണ് അദ്ദേഹം കേൾക്കുന്നത്. അദ്ദേഹത്തിന് എത്ര ദുഃഖമുണ്ടാവും. ആ മക്കള് ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു, ആദ്യം തന്നെ ചോദിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ മണിക്കൂറുകളോളം യാത്ര ചെയ്യുമ്പോൾ ഈ മക്കൾക്ക് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് കുടിച്ച് ഹാപ്പി ആയി പോരാമായിരുന്നു. ചുറ്റും അതായിരുന്നു. പക്ഷെ ഈ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ, ചോദിക്കാൻ അറിവില്ലായ്മ, ഇതുകൊണ്ട് അദ്ദേഹം ഇറങ്ങാൻ നേരത്ത് ഒന്നിനും സമയമില്ല, പിന്നെ അങ്ങ് ഇറങ്ങിപ്പോന്നു. അതുകൊണ്ട് ഈ ഒരു സത്യം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുക. നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം നേരുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സമയമായി. ഒരു സംശയം ഉണ്ടായിരുന്നു സാറേ. പറയൂ. ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ മണി മൈൻഡ് സെക്ടറിന് അതിന് ഇങ്ങനെ ഫീസുള്ള കാര്യം എനിക്കിതിനെ പറ്റി അറിയില്ല. ഞാൻ ഇന്നലെയാണ് ഈ പ്രോഗ്രാമിൽ ഈ ഇതിൽ വന്നത്. അതിനു മുമ്പേ 6 മാസത്തോളം മേലെ സാറിന്റെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നു. നേരെ അതിയായ ഒരു ആഗ്രഹം അങ്ങനെ അഡ്മിനോട് ബദറുദ്ദീൻ സാറിനോട് ചോദിച്ച് അപ്പൊ അദ്ദേഹമാണ് എനിക്ക് ഈ ലിങ്ക് വിട്ടത്. ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഈ നേരിട്ടുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഈ മണി സെക്ടർ യൂട്യൂബിൽ ഞാൻ ഒരുപാടല്ല, ഒരു 6-7 മാസത്തോളമായിട്ട് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സാറിയിട്ട് നേരിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാറിന് കേൾക്കാമോ? പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ബദറുദ്ദീൻ സാറിന് കേൾക്കാമോ? അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. എല്ലാ ഡീറ്റെയിൽസും ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഓക്കെ. മണി മൈൻഡ്സെറ്റ് കോഴ്സിന്റെ പേര് പണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചിന്തകളെ മാറ്റിമറിച്ച് നല്ലൊരു പണക്കാരന്റെ ഫയല് നമ്മുടെ മനസ്സിലോട്ട് സന്നിവേശിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ 10 ദിവസം ഓൺലൈനായി നടക്കുന്നത്. നാളെയാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഓൺലൈൻ സൂം മീറ്റിംഗിലാണ് പ്രോഗ്രാം നടക്കുന്നത്. സമയം രാവിലെ ഇന്ത്യൻ സമയം 7 മണി തൊട്ട് 8 മണി വരെയാണ് പ്രോഗ്രാം നടക്കുന്നത്. പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിന്റെ വർക്ക് അഫർമേഷന് റെക്കോർഡിങ്ങും നൽകുന്നതായിരിക്കും. ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. നിങ്ങളെ സംശയ നിവാരണം എല്ലാം ആ ഗ്രൂപ്പിലൂടെ നടക്കും. ഇത് 2025 കരീം സാറിന്റെ വിഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആയതുകൊണ്ടാണ് വളരെ തുച്ഛമായ ഫീസിൽ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഫീസിന്റെ ഇത് നോക്കാതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത്രത്തോളം കണ്ടന്റുകളാണ് ഇതില് നിങ്ങൾക്ക് ലഭിക്കുക. വെറും 1999 പേയ്മെന്റ് വരുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അതിലൂടെ അറിയിക്കാം. ഓക്കെ, ആ ലിങ്ക് സാർ അയച്ചിരുന്നു. അതായത് പണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ എല്ലാ കാഴ്ചപ്പാടും തീർച്ചയായിട്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും ചെയ്യാം. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ആണോ, അതോ സാധാരണ എല്ലാവർക്കും ചെയ്യാം? പണം എല്ലാവർക്കും വേണ്ടേ? അതെ, വേണം. പണം വേണ്ടവരൊക്കെ ചെയ്തു. പണക്കാരനാവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ കോഴ്സ് ചെയ്തു. ശരി സാർ. ഒരു സംശയം.
സാറേ സാറേ നമ്മള് ഇന്ന് രാവിലെ ഈ 6:30-ക്കുള്ള ക്ലാസ് ഉണ്ടാവില്ലല്ലേ മെഡിറ്റേഷൻ? അത് 6:30 ഉണ്ടാവും. അത് 7 മണി വരെ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഈ ക്ലാസ് വരുന്നത്. ഓക്കെ സാർ. നമ്മൾ അന്നേരം 6:30 തൊട്ടുള്ള ഒരു 8 മണി വരെ ഉള്ള സമയം നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തി വെക്കണം. അതിനായിട്ട് പ്രിപ്പറേഷൻസ് നേരത്തെ ചെയ്യണം. സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കും. ഓക്കെ, സുരേന്ദ്രൻ സാർ എല്ലാവർക്കും താങ്ക് യു സാർ.